അങ്ങനെ ഏതായാലും അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണ തന്നെ താൻ ടീമിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണെന്ന തരത്തിലുള്ള സൂചനകൾ വരെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതെ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അഥവാ അതിൻ്റെ എല്ലാ പ്രൂഫും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഏതായാലും നമുക്ക് ആദ്യത്തെ ഒരു വാർത്തയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ തന്നെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നെടുന്തൂണായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ലൂണ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒരു പിടി മുന്നിൽ നോഹ സദോയി ആയിരുന്നു ലൂണയേക്കാൾ മുന്നിലുള്ളത്. കാരണം ലൂണയ്ക്ക് ഈ ഒരു സീസണിൽ ഒരു കാരണവശാലും തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതുമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഒന്നും അദ്ദേഹത്തിന് മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അതൊക്കെ പോട്ടെ, ഈ ഒരു അവസാനത്തെ കേരള ബ്ലാസ്റ്റേഴ്സുടെ മത്സരത്തിന് ശേഷം ലൂണ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. തങ്ങൾ ഈ ഒരു സീസൺ കഴിഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മറുപടി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. I have, I have contract with the club, but after this type of season, we have to analyze everything. But as I always say, I'm happy here. I have contract, but after this type of season, we have to analyze everything. The club has to analyze everything, and then we will see. So you will rethink about that? Say again? About your captaincy and as a player in Kerala Blasters, you rethink in next season? As I say, I have contract, but we have to analyze many things. The club has to analyze many things, and as I always say, I'm happy here. I would love to continue, but we'll see. Okay. Thank you. അപ്പോൾ ലൂണ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ഞാൻ ഈ ഒരു സീസണിലാണെങ്കിലും കൂടാതെ തന്നെ ഈ ഒരു ടീമിനോടൊപ്പം നല്ല രീതിയിൽ തന്നെ ഹാപ്പിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സീസണിന് ശേഷവും ഇവിടെ തുടരുന്നത് വലിയ രീതിയിലൊന്നും സുഖകരമായി തോന്നുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് ലൂണ ഈ ഒരു ഇന്റർവ്യൂ അഥവാ ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്, ചിലപ്പോൾ മാത്രമേ അടുത്ത സീസണിൽ അഡ്രിയാൻ ലൂണ ഈ ഒരു ടീമിനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള മിലോസ് റിൻസിച്ച് ഈ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ആയിരിക്കും ലൂണയുടെ ഈ ഒരു വിടവാങ്ങൽ പോക്കുമെന്ന് നമുക്ക് സംശയിക്കേണ്ടത് തന്നെയാണ്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ക്വാമി പെപ്ര ഈ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും ക്വാമി പെപ്ര ആണെങ്കിൽ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് കളിച്ച മത്സരങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കളിക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല വിദഗ്ധമായിട്ടുള്ള ഗോളുകൾ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ക്വാമി പെപ്ര ഈ ഒരു മത്സരത്തിന് അവസാനം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഈ ഒരു വിജയം ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ തയ്യാറെടുപ്പും സൂപ്പർ കപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. സൂപ്പർ കപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്താനും കപ്പ് അവകാശപ്പെടാനും അഥവാ കപ്പ് അടിക്കാനും തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു സീസണിന് ശേഷമുള്ള ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് ഏത് വിധേനയും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിലവിൽ മുന്നിലുള്ളത് എന്നാണ് ക്വാമി പെപ്ര ഈ ഒരു അവസാനത്തെ കൊച്ചിയിലെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ ഒരു കപ്പും തന്നെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയ ഒരു കപ്പ് എന്നുള്ളത് കളിച്ചിട്ട് കിട്ടിയതൊന്നുമല്ല, ആരാധകരുടെ ആ ഒരു പിന്തുണ കൊണ്ട് കിട്ടിയതാണ് ഫിയാഗോ കപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഔദ്യോഗികമായി ഒരു കപ്പെങ്കിലും വേണമെന്നുള്ള ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ആഗ്രഹവുമായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സൂപ്പർ കപ്പിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹം എന്നുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത് നിലവിലെ ISL ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോസ്റ്റ് വാല്യബിൾ അണ്ടർ 23 പ്ലേയേഴ്സിനെ കുറിച്ചാണ്. ഏതായാലും ആദ്യത്തെ ഒന്നാം പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള വിപിൻ മോഹനനാണ്. നിലവിൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 2.2 കോടിയോളം രൂപയാണ്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള പാർത്ഥിബാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 2 കോടിയോളം രൂപയാണ്. ഇനി മൂന്നാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ്സിയുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള സനാൻ തന്നെയാണുള്ളത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 1.6 കോടിയോളം രൂപയാണ്. ഏതായാലും ഇതിൽ ഒന്നാം സ്ഥാനം ഇടം പിടിച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിപിൻ മോഹനൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും ലൂണയുടെ ഈ ഒരു വിടവാങ്ങൽ പോകിനെ കുറിച്ചും കൂടാതെ തന്നെ ബാക്കിയുള്ള ഈ അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.